നമുക്ക് ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വാക്യം വായിക്കാം. റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. റോമൻസ് ചാപ്റ്റർ 16:13. വളരെ കാര്യമായ ഒരു വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചത്. മതി. ഇവിടെ വളരെ പരിചയം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രണ്ടു പേരുടെ പേര് പറയുക. ഒന്ന് റൂഫസിൻ്റെയും അലക്സാണ്ടറിൻ്റെയും അപ്പനായ ശിമയോനെ നമ്മൾ യേശുവിൻ്റെ ക്രൂശ് ചുമക്കുന്ന ഒരാളായിട്ട് കണ്ടിട്ടുണ്ട്. അതേ റൂഫസാണിത്. അപ്പം റൂഫസിൻ്റെ അമ്മയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാണ്, ആ അമ്മ എൻ്റെ കൂടെ അമ്മയാണ്. ഇന്നതാണ് എൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത്. നമ്മളെ ഇവിടെ ഇരിക്കുന്ന മിക്ക മാതാക്കളും 1-2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, അല്ലെ 2-3 പേരുടെ. അതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. അമ്മമാരെ ബഹുമാനിക്കുന്ന ദിവസം, അവരെ ആദരിക്കുന്ന ഈ ദിവസം വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷെ ബൈബിൾ ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. റൂഫസിന്റെ അമ്മയാണ്, അതിന് യാതൊരു സംശയവുമില്ല. അലക്സാണ്ടറിന്റെ അമ്മയാണ്. പക്ഷെ എങ്ങനെയാ പൗലോസിന്റെ അമ്മയായി തീരുന്നത്? അതാണ് എൻ്റെ ഹൃദയത്തിൽ സ്പർശിച്ചത്. പൗലോസ് എന്ന് പറയുന്ന മഹാനുഭാവൻ, സ്കോളർ, ദൈവത്തിന് വേണ്ടി ഏതും എന്തുമായി തീർന്ന, ഞാൻ എല്ലാവരെയും നേടേണ്ടതിന് എന്തുമാകുമെന്നാ പറഞ്ഞേ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, വളരെ ഡിസേണിംഗ് ആയിട്ടുള്ള മനുഷ്യൻ, വളരെ കാര്യങ്ങളെ സാഹചര്യം കൊണ്ട് മനസ്സിലാക്കി പ്രതിവിധി ഉണ്ടാക്കുന്ന മനുഷ്യൻ, അല്ലാതെ പെട്ടെന്ന് എടിചെത്തി ആടി പറയുന്ന പത്രോസിനെ പോലെയല്ല, എന്തുമേതും പറഞ്ഞു പിടിപ്പിക്കുന്ന യോഹന്നാനെ പോലെ, യാക്കോബിനെ പോലെയല്ല. വളരെ കാര്യനിഷ്ഠയോടെ ഗ്രഹിച്ച് കണ്ട് കാര്യങ്ങൾ പറയുന്നവൻ. അദ്ദേഹം പറയാണ്, രൂപസിന്റെ അമ്മയാണ്, പക്ഷെ എന്റെയും അമ്മ. അമ്മയെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമ്മ എല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാത്ത ഒന്നുമില്ല. അവരുടെ ഉദരം കൊടുത്തിട്ടാണ് കുഞ്ഞ് ഉണ്ടാകുന്നത്. മുലകൾ കൊടുത്തിട്ടാണ് കൊച്ചിനെ വളർത്തുന്നത്. അവരുടെ മടിയാണ് കൊച്ചിന് ഇരിക്കുന്ന സ്ഥലം. ഏണാണ് കൊച്ചിനെ കൊണ്ടു നടക്കുന്നത്. കൈകൊണ്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചുംബനം കൊടുത്ത്, ശരീരം മുഴുവൻ കൊടുത്ത് അതിനെ സന്തോഷിപ്പിക്കാറുണ്ട്. ഒരു കാല് കൊണ്ട് പിടിച്ച്, ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടൊക്കെയാണ് കുളിപ്പിക്കുന്നത് വഴക്കാളിപ്പിള്ളാരെ. അമ്മ ആദ്യം തൊട്ട് എല്ലാം ചെയ്യും, പഠിപ്പിക്കും, പ്രൊട്ടക്ട് ചെയ്യും, എല്ലാവിധ കാര്യങ്ങളും ചെയ്യും. അപ്പോൾ അമ്മയുമായിട്ട് ഏറ്റവും അഭിവാദ്യ ബന്ധമുണ്ട്, അല്ലേ? ആ അമ്മയെക്കുറിച്ച് നമുക്കറിയാം. രൂപസിന്റെ അമ്മ എല്ലാം ചെയ്തു. പക്ഷേ പൗലോസിന്റെ അമ്മ എങ്ങനെ ആയത്? അങ്ങനെ ആകാൻ പറ്റുമോ? പൗലോസ് അമ്മയെന്ന് പറഞ്ഞാൽ എന്താണ് വീക്ഷിക്കുന്നത്, അല്ലേ? നമുക്കതൊന്ന് നോക്കാം. പൗലോസിന്റെ അമ്മയാകണമെങ്കിൽ പൗലോസ് അമ്മയെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെ, 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ താൻ അമ്മയെ പോലെ ആ സഭയ്ക്ക് പ്രവർത്തിച്ചെന്നും പറഞ്ഞ് ചില ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടാലേ തനിക്ക് ഒരാളെ അമ്മയായിട്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയല്ലേ? നമ്മളെ ഇന്ത്യൻ രൂപ കണ്ടിട്ടുണ്ട്, ഇവിടെ വന്നപ്പോൾ ഡോളറും കാണുന്നു. ഡോളർ കണ്ടത് കൊണ്ടാണ് അത് ഡോളറാണെന്ന് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്നത്. പണ്ട് ഞാൻ കാനഡയിൽ താമസിക്കുമ്പോൾ ഇസ്രയേൽ യാത്ര ചെയ്യാൻ വേണ്ടി പണം കളക്ട് ചെയ്തു. പണം കളക്ട് ചെയ്തിട്ട് ഞാൻ എത്ര പ്രാവശ്യം എണ്ണിയിട്ടും 3600 രൂപ കാണുന്നില്ല. 25 പേരും ഞാൻ 26 പേരാ പോകുന്നത്. രൂപ ക്രാഷ് എല്ലാവരും തന്നു. ഞാൻ എണ്ണി നോക്കിയിട്ട് 3600 രൂപ കാണുന്നില്ല. ആ തല തിരിഞ്ഞു നോക്കി, തിരിച്ചു നോക്കി, മറിച്ചു നോക്കി, എല്ലാം. അവസാനം തന്ന ആളോട് ഞാൻ പറഞ്ഞു, ഇതെന്താ എനിക്ക് അറിയത്തില്ല, ഞാൻ എണ്ണി നോക്കിയിട്ട് കാണുന്നില്ല. അദ്ദേഹം എണ്ണിയപ്പോൾ ഉണ്ട്. ഞാൻ 1000-ന്റെ നോട്ട്, കനേഡിയൻ നോട്ട് ആദ്യമായിട്ടാ കണ്ട. അത് 100 രൂപ പോലെ ഇതന്നെ ഇരിക്കുക.
കളറ് ഒരു ചെറിയ ഡിമ്മേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിമാ. ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പൊ ഞാനത് എണ്ണിയെങ്കിലും അത് 1000 നിന്റെ ലിസ്റ്റിൽ പെടുന്നില്ല. 100 ആണെന്നോർത്ത് 100 4 രൂപ ആയപ്പോൾ 400 3600 കണ്ടില്ല. എൻ്റെ കാരണം അത് ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇനി രണ്ടാമത് അബദ്ധം പറ്റത്തില്ല. പറ്റുമോ? അപ്പൊ പൗലോസ് തൻ്റെ അമ്മ ആരാണെന്ന് ഒരു കാഴ്ചപ്പാടുണ്ട്. അറിയാം ആരെ ആയിരിക്കും അമ്മയെന്ന് വിളിക്കുന്നത്. അത് നോക്കാം. തെസ്സലോനിക്ക ലേഖനം, അവിടെ പൗലോസ് ആ സഭയോട് പറയാണ്, ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എങ്ങനെയായിരുന്നു? ഒരമ്മയെപ്പോലെ ആയിരുന്നത്രേ. അമ്മ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു, അമ്മ ഏത് വിധത്തിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നൊക്കെ താനെ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുക. ഒന്നാമത് വായിച്ചേ 7-ാം വാക്യം. മതി. അതിനുവേണ്ടി താൻ അധ്വാനിക്കുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്തു എന്ന് അടുത്ത വാക്യത്തിലുമുണ്ട്. അപ്പോൾ ഇവിടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നാമത്, നിങ്ങൾ ആരായിരുന്നു? ഞങ്ങൾക്ക് പ്രിയരായിരുന്നു. അമ്മമാരുടെയും ഭാര്യമാരുടെയും ക്വാളിറ്റി പറയുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, പുത്രപ്രിയരായിരിക്കണം. ഭർത്തൃപ്രിയരും പുത്രപ്രിയരുമായിരിക്കണം. അപ്പോൾ ഇവിടെ പൗലോസ് പറയാണ്, താനാ എഴുതിയത് ദൈവാത്മാവിൽ, ഒരമ്മ ആരായിരിക്കണം? പുത്രപ്രിയരായിരിക്കണം. അപ്പോൾ അത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്താണ്. അപ്പൊ താൻ എഴുതിയത്, താൻ പറയാണ്, ഞങ്ങൾക്ക് നിങ്ങൾ ആരാണ്? പ്രിയരാകയാൽ. അപ്പോൾ ഒന്നാമത്തെ ഒരമ്മ ആകണമെങ്കിൽ അതിനോട് പ്രിയം വേണം. ഇന്നിപ്പോ ഒരുപാട് പ്രിയമില്ലാത്ത അമ്മമാരുണ്ട്. കൊച്ചുങ്ങളെ കല്ലേലടിച്ച് കൊന്നവരെ, സമുദ്രത്തിലിട്ട് കൊല്ലുന്നവരെ, മുക്കിക്കൊല്ലുന്നവരെ, ശ്വാസം മുട്ടിച്ച് കൊല്ലുന്ന ഒരുപാട് അമ്മമാരെ കുറിച്ച് എന്നും നമ്മൾ വായിക്കാറുണ്ട്. അവരൊന്നും അമ്മമാരല്ല, അവരൊക്കെ മൃഗത്തെക്കാൾ ശോചനീയമായ നിലയിൽ ഇടപെടുന്നവരാ. ഇന്ന് ഞാൻ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. അതൊരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മഴയത്തിൽ സൂക്ഷിക്കുന്ന ഒരു ഫോട്ടോയാണ്. അതിന് അവർ കൊടുത്തിരിക്കുന്നത് കെയർ ചെയ്യുന്ന ഒരു അമ്മയുടെ ഒരുപാട് ഉദാഹരണവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കുഞ്ഞുങ്ങളോട് പ്രിയം വേണം, ഒന്ന്. രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താ? ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ പോറ്റിപ്പുലർത്തി. എങ്ങനെ പോറ്റിപ്പുലർത്തി? ഈ മൂശാട്ട എന്ന് പറഞ്ഞല്ല, പിന്നെ ഓമരിച്ച് ആർദ്രതയോടെ ആശ്വസിപ്പിച്ചു. നോക്കിക്കേ ക്വാളിറ്റി. ഓമനിച്ചത് ആർദ്രതയോടെ ആശ്വസിപ്പിക്കാൻ. അപ്പൊ പ്രിയപ്പെട്ടവരൊക്കെ കൂടെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അല്ലാത്ത ആരെയും അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പ്രിയമില്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ചെയ്യത്തില്ല. പിന്നെ അടുത്തതെന്താ പറയുന്നത്? പോറ്റിപ്പുലർത്തി. അതെങ്ങനെയാ പോറ്റിപ്പുലർത്തിയേ? 2 കാര്യമാണ് താൻ പറയുന്നത്. ഒന്ന്, തങ്ങൾ എന്തിനു വേണ്ടി വന്നു? എന്തിനു വേണ്ടിയാ വന്നത്? പ്രിയരാകയാൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിച്ചു, ദൈവവചനം നിങ്ങൾക്ക് തന്നു. ദൈവവചനം തന്നെന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു, ഇത് വല്ലോ അമ്മയുടെ ജോലിയാണോ? ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പൊ എനിക്കൊരു ഐഡിയ വന്നു. ഒരമ്മയെ പൗലോസ് കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. അത് തിമോഥെയോസിന്റെ അമ്മയെ. എന്നിട്ട് പറയാ, നീ ബാല്യം മുതൽ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്ന ദൈവവചനം. ഇവരാരാ? ഇവരൊരു യഹൂദ സ്ത്രീയാണ്. ഇവരുടെ ഭർത്താവ് ഒരു യവനനാണ്. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിന്റെ ആരംഭ ഭാഗത്ത് ആ ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ പറയും സാഹചര്യമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവ് ഗുണമില്ല അതുകൊണ്ടാണ് ഇങ്ങനെന്ന് പറയുന്ന ഒരുപാട് അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്.
അല്ലെ എൻ്റെ ഭാര്യ ശരിയില്ല, അതുകൊണ്ടാണ് എൻ്റെ പിള്ളേർ ഇങ്ങനെ ആയെന്ന് പറയുന്നത്, അല്ലേ? പക്ഷേ ഇതാരാ? ഒരു യവനൻ, ഒരു ദൈവവചനവും അറിയത്തില്ല, പരിച്ഛേദന ചെയ്തിരുന്നില്ല. കാരണം അയാൾ വളരെയധികം കാര്യമായി നിർബന്ധിച്ചിരുന്നു. യവനായ സംസ്കാരം നടത്താനാണ് ആ അപ്പൻ തീരുമാനിച്ചത്. അപ്പൊ നമ്മുടെ ഉപാധിക്കൊന്നും ഒരർത്ഥവുമില്ല. എന്താ? ചെറുപ്പം മുതൽ അപ്പോസ്തലനായ പൗലോസ് അമ്മ പറഞ്ഞ വാചകമല്ല, അവനെ കണ്ടും കേട്ടും അവനെ അറിഞ്ഞും കൂടെ നടന്ന, മകനെ പോലെ കൊണ്ടു നടക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറയാ, നീ ദൈവവചനത്തിൽ നിപുണനാണ്. എന്താ? ചെറുപ്പം മുതൽ നീ വായിച്ചതല്ല, പഠിച്ചും നിശ്ചയം. അമ്മമാരെ, നിങ്ങൾ എത്രമാത്രം പിള്ളേർക്ക് വചനം പറഞ്ഞു കൊടുക്കാറുണ്ട്? ഇപ്പൊ ഞാൻ അമ്മയോടെ പറയുന്നുള്ളൂ, അപ്പന്മാരോടല്ലല്ലോ പറയുന്നത്. എത്രമാത്രം അതിനുവേണ്ടി സമയം ചെലവഴിക്കും? എത്ര നേരം നിങ്ങൾ അവരെ പിടിച്ചിരുത്തി പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ വചനം ധ്യാനിക്കുന്നത് അവരെന്ന് കണ്ടിട്ടുണ്ട്? വചനം പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ സുവിശേഷം അറിയിച്ചു. രണ്ടാമത്, നിന്നിൽ കണ്ട വിശ്വാസം. 2 തിമോഥെയോസ് 2:1 മുതൽ താഴോട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ അമ്മയെയും വലിയമ്മയെക്കുറിച്ചും അവരുടെ വിശ്വാസത്തെക്കുറിച്ചും, നിന്നിലുള്ള വിശ്വാസം അവരിൽ ഞാൻ ആദ്യം കണ്ടെത്രേ. അപ്പോൾ ദൈവവചനം മാത്രമല്ല, വിശ്വാസത്തിന്റെ ജീവിതം, വിശ്വാസത്തിന്റെ പ്രവൃത്തി, വിശ്വാസത്തിന്റെ ആഴം ആരിൽ കണ്ടു? വലിയമ്മയിൽ കണ്ടു, അമ്മയിൽ കണ്ടു. അപ്പോൾ വാചകമടിക്കുന്ന ഒരു കുടുംബമല്ല. ഭർത്താവ് ആരല്ല? ദൈവവൈതലല്ല. എങ്കിലും തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം കാത്തു സംരക്ഷിക്കുവാൻ, നിങ്ങൾക്ക് വിശ്വാസം കാത്ത് രക്ഷിക്കണമെങ്കിൽ, ശരിയായ സാഹചര്യം അല്ലെങ്കിൽ, നിങ്ങൾക്ക് ഒന്നാമത് വേണ്ടത് കമ്മിറ്റ്മെന്റ് ആണ്, കൺവിക്ഷനാണ്, കറേജാണ്, അല്ലേ? കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്തും ഏതും എപ്പോഴും ചെയ്യാം. കൺവിക്ഷൻ ഇല്ലാത്തവരാ റിലേറ്റിവിസം പ്രസംഗിച്ച് നടക്കുന്നത്. എന്ന് വെച്ചാൽ സാഹചര്യത്തിനനുസരിച്ച് എന്തുമാകുക. റിലേറ്റിവിസം എന്നൊക്കെ പുതിയ ഫിലോസഫി ഉണ്ടായതാ. പക്ഷെ പണ്ട് നമ്മുടെ നാട്ടിൽ പഠിച്ചാലുണ്ട്, ചേരത്തിന് നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടെന്ന് തിന്നണം, റോമിൽ ചെന്നാൽ റോമക്കാരനെ പോലെ ആക്ട് ചെയ്യണമെന്ന്. അത് പുതിയതായിട്ട് അവരൊരു ഫിലോസഫി കൊണ്ടുവന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ പണ്ടേ ഉള്ളതാ. പക്ഷേ ദാനിയേലിനെ നോക്ക്, ഞാൻ പറയാണ്, രാജാവിന്റെ ഭക്ഷണം കൊണ്ടും അവന്റെ സൗകര്യങ്ങൾ കൊണ്ട് ഞാൻ എന്നെ തന്നെ അശുദ്ധനാക്കയില്ല. അപ്പോൾ താൻ വിശുദ്ധനാണെന്നും എന്ത് തന്നെ അശുദ്ധനാക്കുമെന്നും കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അത് തുറന്നു പറവാൻ കറേജ് ഉണ്ടായിരുന്നു. അവർക്കറിയാതെ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് പച്ചവെള്ളവും പച്ചക്കറിയും തന്നാ മതി. കറേജ് മാത്രമല്ല, കമ്മിറ്റഡ് ആയിരുന്നു. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും വിശ്വാസത്തിന്റെ പദ്ധതികൾ പറഞ്ഞു പിടിപ്പിക്കും, പക്ഷെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യത്തില്ല. നമ്മൾ ആരെ കുറ്റം പറയും? പിള്ളാരെ കുറ്റം പറയും, അപ്പനെ കുറ്റം പറയും, ഭർത്താവിനെ കുറ്റം പറയും, അമ്മയെ കുറ്റം പറയും, ഭാര്യയെ കുറ്റം പറയും. നമ്മുടെ കുറ്റം കണ്ടുപിടിക്കുകയില്ല. ഞാൻ പുണ്യവതി, പുണ്യവാൻ, എന്നിൽ ഒരു കുറ്റവുമില്ല, അല്ലേ? ഞാൻ ഓക്കെ. അതാണ് നമ്മുടെ ചിന്താഗതി. പക്ഷെ പൗലോസ് പറയാണ്, അവരെ ശരിയായ അമ്മയായിരുന്നെന്ന്. ദൈവവചനം മാത്രമല്ല, വിശ്വാസവും കൈമാറി. ഈ മനുഷ്യൻ ആരാ? പൗലോസിന്റെ ഭാഷ കണ്ടാൽ നിങ്ങൾക്കറിയാം എത്രമാത്രം ശ്രേഷ്ഠനായിരുന്നെന്ന്. തിമോഥെയോസിനെ മാത്രമേ പൗലോസ് വിളിച്ചിട്ടുള്ളൂ ഓ ദൈവത്തിന്റെ മനുഷ്യനെ. 2 പ്രാവശ്യം പറഞ്ഞിരിക്കുക. 1-ാം ലേഖനത്തിൽ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവ.
പ്രായമുള്ള അപ്പച്ചൻ യൗവനക്കാരനെ നോക്കിയിട്ട് പറയാണ്, നീ ദൈവത്തിന്റെ മനുഷ്യനാണ്. രണ്ടാം ലേഖനം എഴുതി അവസാനിപ്പിക്കും പറയാ, ഇങ്ങനെയാണ് ദൈവമനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും തികഞ്ഞവനാകുന്നത്. 2 പ്രാവശ്യം 2 ലേഖനത്തിൽ. ഫിലിപ്പിയ ലേഖനത്തിൽ ഫിലിപ്പിയരോട് പറയാ, അവനെ പോലെ തത്തുല്യനായ ഒരുവനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലെന്ന്. 17-ാം വാക്യം തൊട്ട് വായിച്ചു നോക്ക്, 2-ാം അധ്യായത്തിന്റെ 17 തുടങ്ങി. എന്താ നിങ്ങൾ ആ പിക്ചർ ഒന്ന് നോക്കിക്കേ. ദൈവവചനത്തിൽ ആസ്പദമായി പഠിച്ച് നിശ്ചയം പ്രാപിച്ച് വിശ്വാസത്തിന്റെ പ്രമാണം ജീവിതത്തിന്റെ ഭാഗമാക്കി ജീവിക്കുന്ന മനുഷ്യൻ ദൈവമനുഷ്യനായി മാറും. അവൻ നിസ്തുല്യനായി, അവനെ പോലെ പറയാൻ ഒരു സ്ഥാനത്ത് നമുക്ക് ഏൽപ്പിക്കാൻ വേറെ ഒരുത്തനില്ല എന്ന് പൗലോസ് പറയാണ്. അതുല്യൻ, വേറെ ഒരു മനുഷ്യനെ കുറിച്ച്, ഒരു യൗവനക്കാരനെ കുറിച്ച് പറയാ, വേറെ ഒരുത്തനെ ഞാൻ കണ്ടില്ലത്രേ. ബാക്കിയുള്ളവരൊക്കെ സ്വന്തം കാര്യം നോക്കുമ്പോൾ അവനോ ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നു, എന്റെ കാര്യം നോക്കുന്നു. എന്താ? അതെ, ഒരമ്മയുടെ ഗുണമാണത്രേ, വലിയമ്മയുടെ ഗുണമാണത്രേ. അപ്പോൾ അവൻ ദൈവത്തിന്റെ മനുഷ്യനായി മാറി. അവന് തുല്യത പറവാൻ വേറെ ആൾക്കാരില്ലാത്തതുപോലെയാക്കി തീർത്തു. അപ്പോൾ ഒരമ്മയ്ക്കും വലിയമ്മയ്ക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ എത്ര കഴിയുമെന്ന് പൗലോസ് പറയാ. അപ്പോൾ സുവിശേഷം ഞങ്ങൾ നിങ്ങൾക്കൊരമ്മയെ പോലെ തന്നു. അതാ പൗലോസിന്റെ വാദം. അതുകൊണ്ടാണ് ഞാൻ ഈ തിമോത്തിയോസിന്റെ അമ്മമാരെ കൊണ്ടുവന്നത്. സുവിശേഷം, ദൈവവചനം, ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ കൊണ്ടുവന്നാൽ അവരാരായി മാറും, എങ്ങനെയായിത്തീരുമെന്ന് മൗഢ ഉദാഹരണമാണ് തിമോത്തിയോസ്. എന്നിട്ട് എന്താ പറയുന്നത് പൗലോസ്? അവിടെ കൊണ്ട് നിർത്തിയില്ല. അതുമാത്രമല്ല, സുവിശേഷം മാത്രമല്ല, പിന്നെന്തോ ചെയ്തു? ഞങ്ങളെ തന്നെ ഒരു ഇതും വെച്ചില്ല, യാതൊരു ബൗണ്ടറിയും വെച്ചില്ല. ഞങ്ങൾ പ്രാണനെ പോലും തരുവാൻ ഞങ്ങൾക്ക് ഒരുക്കമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന് ഞങ്ങൾ പ്രാധാന്യം കൽപ്പിച്ചില്ല. ഒരമ്മയുടെ ജീവിതമാണ് പറയുന്നത്. ഞങ്ങൾ അമ്മയെ പോലെയാണ്. ഞങ്ങളുടെ ജീവിതത്തിന് സെക്കൻഡറി സ്ഥാനമേ ഉള്ളൂ. കുഞ്ഞുങ്ങളുമായി നോക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തുമേതുമാകുന്ന, ജീവനെ കൊടുക്കുന്ന. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കൊച്ചുമാനെ രക്ഷിക്കാൻ അമ്മ സിംഹത്തിന് ബലിയാകുന്നത്. കാരണം കുഞ്ഞിനെ രക്ഷിക്കാൻ. വലിയ സർപ്പത്തോടെ കോഴി, വലിയ സർപ്പവും, ഈവൻ നമ്മുടെ ഈഗിളിനോട് വരെ, ഈഗിൾ വലിയ ആടിനെ പൊക്കിക്കൊണ്ട് പോകുന്നത് കാണാം, കുറുക്കനെ പൊക്കിക്കൊണ്ട് പോകുന്നത് കാണാം. വലിയ വലിയ ജീവികളെ കൊണ്ടുപോകുമ്പോൾ ഒരു തള്ളക്കോഴി അതിൻ്റെ ജീവൻ വെടിഞ്ഞ്, ജീവനെ തൃണൽ ഗണിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പുറകെ കറന്ന് ഈ ഈഗിളിനെ തോൽപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിപ്പം കൊണ്ടല്ല, അതിൻ്റെ കമ്മിറ്റ്മെന്റ് കൊണ്ട്. നിങ്ങളെ ഹണി ബാഡ്ജേഴ്സിനെ കണ്ടിട്ടില്ലേ? സിംഹത്തിൻ്റെ എതിരെ അത് ഗുസ്തി ചെയ്യുന്നുണ്ട്. ഇച്ചിരിയേ ഉള്ളൂ. നമ്മുടെ ഈ പോസം പോലെയൊക്കെ ഉള്ളൂ. പോസത്തെ കളിച്ചുകൂടെ വലുതാ, പിന്നെ കൂടി വന്ന റാക്കൂൺ പോലെയൊക്കെ ഉള്ളൂ. അത് സിംഹത്തോടും കരടിയോടും പുലിയോടും പിന്നെ കടുവായോടും ഒക്കെ ഗുസ്തി പിടിക്കുന്നതാണ്. അതിനെ ഭയങ്കര കമ്മിറ്റഡാണ് അതിൻ്റെ കൊച്ചുങ്ങളെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും. ഇതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞങ്ങളെ തന്നെ വെറുത്ത്, ഞങ്ങളെ തന്നെ തരുവാൻ അമ്മയെപ്പോലെ ഞങ്ങൾ ആഗ്രഹിച്ചു. അപ്പോൾ ഈ ക്വാളിറ്റി ആരും കണ്ടു കാണും? അതാണ് നമ്മുടെ വിഷയം. ആരില്ല? റൂഫസിന്റെ അമ്മയിൽ കണ്ടതുകൊണ്ട് അവരെ ഇങ്ങനെ അഡോപ്റ്റ് ചെയ്യുകയാണ് എൻ്റെ അമ്മയായിട്ട്. അപ്പൊ അമ്മയെപ്പോലെ ആക്ട് ചെയ്യുന്ന തനിക്ക് ആരെയും കണ്ട അമ്മയാക്കാറില്ല. എൻ്റെ അമ്മ കുറച്ച് നാൾ മുമ്പ് മരിച്ചു പോയതാണ്.
ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ 10-15 വർഷം വരെ ജീവിച്ചിട്ടുള്ളൂ. പിന്നെ 3 ദിവസം 5 ദിവസം 7 ദിവസം അതിൽ കൂടുതലൊന്നും ഒരിക്കലും താമസിച്ചിട്ടില്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്നെ ഇങ്ങനെ എല്ലാം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. പലപ്പോഴും ആ ചെല്ലുന്നത് ശുചിയുടെ വിലയുടെ ഇടയ്ക്കൊന്ന്. അപ്പം നമുക്കൊരു 10 പേർക്ക് തിന്നാനുള്ളത് ഇങ്ങനെ കോരിയിടാൻ തുടങ്ങും. ഞാൻ അമ്മയോട് വഴക്കുണ്ടാക്കിയിട്ടുള്ള അതിനു വേണ്ടി മാത്രമാണ്. എന്തിനാ അത് തിന്ന് ഇത് തിന്നെന്നും പറഞ്ഞ് എത്ര തിന്നാലും മതി വരുത്തത്തില്ല. അമ്മ മരിച്ചു. ഞാൻ വളരെ ചുരുക്കം അമ്മമാർക്ക് ഉമ്മ കൊടുത്തിട്ടുള്ളൂ. മരിക്കുമ്പോൾ കൊടുക്കുന്ന കാര്യമല്ല, എല്ലാവരെയും കളിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നു. അല്ലേ? ജീവനോടുകൂടെ ഇരിക്കുമ്പോൾ നമുക്കിഷ്ടപ്പെട്ട, നമുക്ക് ചേരുന്ന, അമ്മയെപ്പോലെ കരുതാവുന്ന അപൂർവം പേർക്ക്. സാധാരണ എനിക്ക് അങ്ങനെ ഒരു നേച്ചറില്ല. സെലിം വരെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ചിലരോട് നമുക്ക് എന്തുണ്ട്? അമ്മയെപ്പോലുള്ള പ്രിയമുണ്ട്. അത് വെച്ചുപിടിപ്പിക്കുന്നതല്ല, അത് നമ്മളോട് ഇടപെടുന്ന രീതി, കരുതുന്ന രീതി, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന രീതി. പൗലോസ് പറയാണ്, ആ അമ്മ രൂപസിന്റെ അമ്മ മാത്രമല്ല, എന്റെയും അമ്മയാണ്. ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ പ്രസംഗിച്ചു പോയി നിങ്ങളെല്ലാം കേൾക്കും, എനിക്കറിയാം. അങ്ങോട്ട് നോക്കും, ആ പിള്ളേർ നടക്കുമ്പോൾ ഇങ്ങോട്ട് നടക്കും, അതെല്ലാം നിങ്ങൾ നോക്കും അതിനിടയ്ക്കിരുന്ന്. എന്നാൽ നിങ്ങളെക്കുറിച്ച് എത്ര പേര് പറയും? അമ്മമാരല്ല, കുഞ്ഞുങ്ങളല്ല, പ്രസവിച്ച മക്കളല്ല, വെളിയിൽ ഒരാൾ എൻ്റെ റിയൽ അമ്മയാണ്. പറഞ്ഞു മനസ്സിലായി? നിങ്ങളുടെ മക്കൾ പറയും, അതെനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് വേണേലും കൊടുക്കും, ഇല്ലേ? ഭർത്താവ് കൊടുക്കലെന്ന് പറഞ്ഞാലും ഒളിച്ചും പാത്തും ഒക്കെ നിങ്ങൾ കൊടുക്കും, എനിക്കറിയാം. അവരുടെ വാദമല്ല, അവർക്ക് വേണ്ടി നിങ്ങളൊക്കെ ചെയ്യും. പക്ഷെ വേറെ അമ്മയില്ലാത്ത പൗലൂസിനെ പോലെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട, ആരുമില്ലാത്ത, ആരും പരിഗണിക്കാത്ത ഒരാളെ എൻ്റെ അമ്മയാണ് എന്ന് പരസ്യമായി പറവാൻ എന്ത് ക്വാളിഫിക്കേഷനാണ് ദൈവം നിങ്ങളിൽ കാണുന്നത്? അതാണ് എന്നെ സ്പർശിച്ചത്. അമ്മമാരെ കുറിച്ച് എനിക്കറിയാം, അവരെല്ലാം നല്ലതാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറി വിട്ടിട്ട് എൻ്റെ അമ്മ എന്ന് വെറുതെ അമ്മയെന്ന് വിളിക്കുകയല്ല, നമ്മൾ അയലോകത്തെ അച്ചാനെ അപ്പച്ചാന്ന് വിളിക്കുന്ന പോലെ മാറി. ബാക്കി എന്തോ പറയുന്നത് നമുക്കറിയത്തില്ല. ഇത് ദൈവജനത്തിൻ്റെ അവസാനം അവരെ ഉയർത്തുന്ന, അപ്രിഷ്യേറ്റ് ചെയ്യുന്ന, സ്തോത്രം ചെയ്യുന്ന ഓർമ്മയിൽ നിന്ന് താൻ എഴുതുകയാണ്, എനിക്കൊരമ്മയുണ്ട്, അത് രൂപസിൻ്റെ അമ്മയാണ്. പ്രിയമുള്ളവരെ, അതിന് നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റോളിൽ പരാജയമാണ്. ഞാൻ ഒരാളെ കൂടെ കാണിക്കാം. അമ്മേ ഒരിക്കൽ എല്ലാവരും എടുത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ, ദബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ, ഇസ്രയേലിൻ്റെ മാതാവായി എഴുന്നേൽക്കും വരെ നായകന്മാർ ഇസ്രയേലിൽ അശേഷം അറ്റുപോയിരുന്നത്രേ. നേതാക്കന്മാരില്ല, ആണുങ്ങൾ മുന്നോട്ട് വരുന്നില്ല, എല്ലാവരും ഭയപ്പെട്ട് ഒളിച്ചിരിക്കുകയാണ്. ഗിദെയോനെ നമുക്കറിയാം, തൻ്റെ കാര്യം നോക്കും. നമ്മൾ പറയും അയ്യോ ഒളിച്ചും പാത്തും ഒക്കെ ചെയ്യുന്നു, പക്ഷെ തൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തൻ്റെ കയ്യിൽ നോക്കുന്നല്ലോ എന്നുള്ള നമ്മുടെ സന്തോഷം. ബാക്കിയുള്ളവരൊന്നും നോക്കുന്നില്ല, അല്ലേ? അപ്പോൾ താൻ ആരായിരുന്നു? ഒരു പ്രവാചകി. നോക്കിക്ക, 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ 4 മുതൽ, ആ കാലത്ത് ലിപ്പിദോസിന്റെ ഭാര്യയായ ദബോറ എന്ന പ്രവാചകി ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു. അവളെ എഫ്രയീം പർവ്വതത്തിൽ രാമിക്കും ബദലിനും മധ്യയുള്ള ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രയേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. ഓക്കെ, അപ്പൊ ഇവളൊരു പ്രവാചകിയായിരുന്നു. എല്ലാവരും അവളുടെ അടുത്ത്, കാരണം ആണുങ്ങളൊന്നുമില്ല. 5-ാം അധ്യായത്തിലുള്ള പരസ്യമായി പറയാം,
ഒറ്റ ഒരുത്തനും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തു. ഏതാ? ഞാന് പ്രവാചകി എന്ന സ്ഥാനമല്ല ഏറ്റെടുത്തത്. പിന്നെ ആരാ? ഇസ്രയേലിന്റെ മാതാവായി എഴുന്നേൽക്കും വരെ. അതാ എന്നെ സ്പർശിച്ച വാക്യം. അപ്പൊ ലോകത്തിന്റെ അധോഗതിക്ക് മാറ്റം വരുത്താൻ, ലീഡർഷിപ്പിന്റെ പ്രശ്നത്തിന് ഉത്തരമായിരിക്കാൻ, ഭാര്യ എന്നുള്ള അത് താഴെ പറഞ്ഞിട്ടുണ്ട് ആരുടെ ഭാര്യയാണെന്ന്. ആ സ്ഥാനം മാറി. ഇവിടെ പൗലോസ് പറയുന്നത് എൻ്റെ അമ്മയോടാണെന്ന്. ഇവിടെ ദെബോറ പറയുകയാണ് ഇസ്രായേൽ മക്കളുടെ അമ്മയായി ഞാൻ മാറിയെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരാളെങ്കിലും ആകാൻ പറ്റിയില്ലെങ്കിൽ എന്തോ അവസ്ഥയാണെന്ന് നിങ്ങൾ ആദ്യം ചിന്ത. അതിനെ ഞാൻ ഒരാളെ കൊണ്ടുവന്ന് പിന്നീട് പറയാ, ഞാന് ഇസ്രായേൽ മക്കൾ എൻ്റെ അടുക്കൽ വരുന്നവർക്കൊക്കെ ഒരമ്മയായിരുന്നു. അതല്ലേ അതിൻ്റെ അർത്ഥം? അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്തുവാ? ഈ മനുഷ്യൻ പറയാ, എനിക്ക് തന്നെ പോകാൻ പേടിയാ. വലിയ വീരപരാക്രമശാലിയാ, യുദ്ധത്തിനൊക്കെ പോകുമ്പോൾ അറിയാം. പക്ഷേ അവൻ പറയാ, എനിക്ക് പേടി. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഇവിടെ വരണം. നമ്മളാണ് എന്ത് പറയും? നിന്നെ ഏൽപ്പിച്ച ജോലി നീ ചെയ്യും, ഞാൻ എൻ്റെ ജോലി ഇവിടെ ഇരുന്ന് പ്രവാചകയുടെ ജോലി ചെയ്യാം. ഇങ്ങനല്ലേ നമ്മൾ പറയത്ത്? ഏലിശാ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാനേ തന്നെ ഒരു ഇസ്രായേൽ രാജാവിൻ്റെയും യഹൂദ രാജാവിൻ്റെയും കൂടെ വേറൊരു യുദ്ധത്തിന് പോകുമ്പോൾ വെള്ളമില്ലാതെ കഴിയുമ്പോൾ ഞാൻ യഹൂദ രാജാവിനെ മാനിച്ചത് കൊണ്ടാണ് വരുന്നതെന്ന് പ്രവാചകൻ ഏലിശ. എന്നിട്ട് കുഴികുത്ത് വെള്ളം വരുമെന്ന് പറഞ്ഞ ആ കോണ്ടക്സ്റ്റിൽ. അപ്പോൾ ഇവനെ മാനിച്ചാണ് ഈ സ്ത്രീ പോകുന്നത്. സ്ത്രീകൾ അങ്ങനെ സാധാരണ ആ കാലത്തൊന്നും അങ്ങനെ പോകാറില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ പ്രവാചകി. പക്ഷെ അവൾ അമ്മയാകാൻ വേണ്ടി, കംഫോർട്ടാകാൻ വേണ്ടി, ജീവിതത്തിൽ ഒരു ഉത്തേജനം കൊടുക്കാൻ വേണ്ടി പ്രവാചകി അമ്മയായി താഴുകയാണ്. എന്തേ? അമ്മയാകുമ്പോൾ എന്തും ചെയ്യണം. പ്രവാചകിക്ക് ഉപദേശം കൊടുത്താൽ മതി, ഞാനിവിടെ ഇന്ന് ഉപദേശിക്കുന്ന പോലെ അല്ലേ? അമ്മയാണെങ്കിൽ സകല പണിയും ചെയ്യണം, സമയം കളയണം, എല്ലാം ചെയ്യണം. ഞാൻ ഇസ്രയേലിന്റെ മാതാവായി എഴുന്നേൽക്കും വരെ എന്തില്ല? ഒറ്റ ഒരുത്തനെയും നായകന്മാർ ഇസ്രയേലിൽ അവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണോ? അശേഷമറ്റ് പോയി. ഇപ്പോൾ ഒരമ്മയുടെ സ്ഥാനം എന്താണെന്നാണ് എൻ്റെ പോയിന്റ്. അമ്മയ്ക്ക് മനുഷ്യനെ ഉയർത്തുവാൻ കഴിയും, ക്ഷീണിച്ചിരിക്കുന്നവന്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ അമ്മയെ പോലെ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്. കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്കീഴിൽ സൂക്ഷിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ താല്പര്യമുണ്ട്, വാദിക്കുവാൻ താല്പര്യമുണ്ട്. എന്തുകൊണ്ടാണ് കത്തോലിക്കർ അമ്മയെ തെരഞ്ഞെടുത്തേ, അപ്പനെ തെരഞ്ഞെടുക്കാതെ? കാരണം അവർക്കറിയാം അമ്മയാണ് കുറച്ചുകൂടെ ആർദ്രതയുള്ള, എന്തും മനസ്സിലാക്കുന്ന, ഏതുമാകുന്ന. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളോട് അങ്ങനെയുണ്ടോ? പിന്നാട്ടെ അയൽവക്കത്തെ ആളോട്, പിന്നാട്ട് നാട്ടുകാരോട്, ഇല്ലേ? ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന അമ്മമാരെ, നിങ്ങളുടെ മക്കൾക്കെങ്കിലും അമ്മയാകുക, ശരിയായി, നല്ലതായി, മാതൃകയായി, ദൈവം ആഗ്രഹിക്കുന്ന അമ്മയായി. അവിടെ കൊണ്ട് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ചിലരുടെ അമ്മയായി, ആ അമ്മയില്ലാത്തവരുടെ അമ്മയായി. പൗലോസിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എല്ലാവരും വിട്ടു, ഭാര്യ വരെ പോയെന്ന ഐതിഹ്യം. അതുകൊണ്ട് എന്നെപ്പോലെ ജീവിക്കുന്ന നല്ലതെന്ന് താൻ പറയുന്നതെന്നാണ് പല സ്കോളേഴ്സും പറയുന്നത്. ഭാര്യയില്ല, അമ്മയില്ല, അപ്പനില്ല, എല്ലാവരും ഇറക്കി വിട്ടു. കാരണം വലിയ പ്രതീക്ഷയോടെ ഏറ്റവും വലിയ ഗമാലിയലിൻ്റെ കീഴിൽ പഠിക്കുവാൻ തർസോസിൽ നിന്ന് വീടെടുത്ത് ഇവിടെ താമസിക്കുക. അവസാനം ദൈവം വിളി കേട്ടു. അധികാരമുള്ളവനായി തീരേണ്ടവൻ, എല്ലാവരുടെയും ഇടിയും അടിയും പഴിയും കേട്ട് വരുമ്പോൾ വീട്ടുകാരെങ്ങനെ മാനിക്കും? എല്ലാവരും വിട്ടുപോയി. അവിടെ ഇതാ ഒരമ്മ. അതാരാ? പ്രതീക്ഷിക്കുന്ന വലിയ ആളൊന്നുമല്ല, ഒരു കറമ്പി അമ്മച്ചി.
സിമിയോൻ ആരാ? കുറേനക്കാരന്. അവന്റെ ഭാര്യ ആരാ? കുറേനക്കാരത്തിയായിരിക്കും, എഴുതി വെച്ചിട്ടില്ല. ആദ്യത്തെ സ്കോളേഴ്സും ദൈവമക്കളും ഒക്കെ ആഫ്രിക്കയിൽ നിന്ന് വന്ന വലിയ മനുഷ്യരാണ്. അവരാണ് അറിയപ്പെടുന്ന സെയിൻസ് ആൻഡ് സ്കോളേഴ്സ്, അലക്സാണ്ട്രിയക്കാർ. ഇവിടെ ഇതാ നമ്മളാരും ഇപ്പോഴും വില കൊടുക്കാത്ത ഒരമ്മ മുന്നോട്ട് വരികയാണ്. അപ്പോൾ താൻ്റെ കളർ കണ്ടുകൊണ്ടല്ല, താനെ ഒരു വയലിൽ വേല ചെയ്തവൻ്റെ ഭാര്യയാണ്. തൻ്റെ ഓക്കുപ്പേഷൻ അല്ല കാര്യം, കളറല്ല കാര്യം, തൻ്റെ ഹൃദയമാണ് കാര്യം, തൻ്റെ മനസ്സാണ് കാര്യം. അപ്പം നിങ്ങൾ പറഞ്ഞേക്കാം, അയ്യോ എന്നെ നോക്കിയാൽ എന്താ പറയാൻ, ഞാൻ ഇച്ചിരിയല്ലേ ഉള്ളൂ, എനിക്കെന്തോ ചെയ്യാൻ കഴിയും, ഞാൻ ഇന്നാരല്ലേ. ദൈവം അതിനാണ് ഏറ്റവും നല്ല ഉദാഹരണം കാണിച്ചിരിക്കുന്നത്. ഞാൻ സാധാരണ പറയുന്ന പോലെ യേശു മഹാപുരോഹിതൻ്റെയോ രാജാവിൻ്റെയോ കൊട്ടാരത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്കേ കുഞ്ഞിനെ കാണാൻ പോകാൻ പറ്റത്തുള്ളൂ. ആർക്ക് വരാൻ പറ്റുകയില്ല? ആട്ടിടേന്ന് കാണാൻ പറ്റത്തില്ല, സാധാരണക്കാരിൽ സാധാരണക്കാർ. അപ്പം ആ വിധത്തിലാണ് ദൈവം ഇടപെടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആകാമെന്നാണ് പറയുന്നത്. ആ വയലിൽ ജോലി ചെയ്യുന്ന കറുത്ത നിറമുള്ള എല്ലാവരും ശാപഗ്രസ്തനെന്ന് എഴുതിത്തള്ളി, കുരിശ് ചുമക്കുന്നവനൊക്കെ ശാപഗ്രസ്തൻ എന്നെഴുതിത്തള്ളുന്ന ഒരു കുടുംബത്തിൻ്റെ അംഗത്തിനൊരു അനുഗ്രഹമായി തീരാമെങ്കിൽ, അമ്മയായി തീരാമെങ്കിൽ, അത് സ്വന്തം മകന് മാത്രമല്ല, സ്വന്തം മകൻ്റെ അമ്മയെന്ന് പറഞ്ഞ ശേഷമാണ് തനിക്കും അമ്മയായി തീരാമെങ്കിൽ, ഒരു പ്രവാചകയ്ക്ക് അവിടുത്തെ പരിസ്ഥിതി കണ്ട്, ലീഡേഴ്സില്ലെന്ന് കണ്ട്, നേതാക്കന്മാരില്ലെന്ന് കണ്ട്, ദൈവവേലയ്ക്ക് ആളില്ലെന്ന് കണ്ട് അവള് പ്രസിഡന്റ് അല്ലായത് അമ്മയായി മാറി. നേതാവായിട്ടല്ല കളിക്കുന്നത്, അമ്മയുടെ റോളാണ് പ്ലേ ചെയ്യുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മാതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല അമ്മയായിരിക്കണം. വലിയ വലിയ ആൾക്കാരൊക്കെ നമ്മൾ വലിയതാ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ കർത്താവിന് വലിയൊരാഗ്രഹം, സാറായിക്ക് പേരും ഒന്ന് മാറ്റണം. എന്നിട്ട് ആരാക്കി മാറ്റണം? ഹലോ, സാറ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താ? ബഹുജാതികൾക്ക് മാതാവ്. തൻ്റെ സ്വന്തം കുടുംബത്തിൽ സ്വന്തം ഭർത്താവിനെ തൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ മടിവിൽ പ്രസവിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ത്രീയുടെ മകനെ പോലും മകനായി കാണാൻ കഴിയാതെ അമ്മയായി പരാജയപ്പെട്ട ഒരു സ്ത്രീയാണ് ആരെ? സാറ. ഇങ്ങനെ കിഴിഞ്ഞു ചിന്തിക്കണോ പാസ്റ്ററെ? വേണോ? വേണം. ആരാ? വിശ്വാസികളുടെ പിതാവിൻ്റെ ഭാര്യ, ദൈവം നേരിട്ടിറങ്ങി വന്ന് സംസാരിച്ച് അനുഗ്രഹിച്ച സ്ത്രീയെ ദൈവം ആഗ്രഹിക്കുന്ന എന്താ? നേഷൻസിന്റെ മാതാവായി, ജാതികളുടെ മാതാവാകാൻ ആഗ്രഹിക്കുന്ന സാറ. എൻ്റെ രീതിയിൽ അബ്രഹാം ദൈവം കേട്ടിട്ട് പിറ്റേ ദിവസം ആഗാറിനെയും കൊച്ചിനെയും പറഞ്ഞു വിട്ടു. ദൈവം സാറായിക്കൊരു നല്ല മനസ്സുണ്ടായിരുന്നെങ്കിൽ ഒരു കഴുത നിറച്ചാഹാരവും മിശ്രൈമിൽ ഇവിടെ വീട് വരെ ചെല്ലത്തക്ക രീതിയിലുള്ള സജ്ജീകരണമായി പറഞ്ഞു വിടുവാൻ തോന്നിയില്ല. പക്ഷെ തൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എന്താ പറഞ്ഞു വിടുന്നത്? എത്ര 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 10 ഒട്ടകം. അമ്മയുടെ വലിപ്പം കണ്ടോ? 10 ഒട്ടകം നിറച്ച സാധനം. ഇവിടെ എത്ര? അവരുടെ തലയിൽ പിടിച്ച് ഒരു വെള്ളവും ഇച്ചിരി അപ്പവും കൊടുത്തു വിട്ടു. അമ്മ, ദൈവം ആഗ്രഹിച്ച അമ്മ, പരാജയപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്ന അമ്മ, ദൈവം പേര് മാറ്റിയ അമ്മ, എല്ലാവർക്കും മാതൃകയായ അമ്മ. ഇങ്ങനെയാണ് നമ്മൾ പെന്തക്കോസുകാർ എല്ലാവരും നോക്കിയിരിക്കുക നല്ലത് കാണാൻ. പക്ഷെ നമ്മുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും മിടുക്കരാ. 10 ഒട്ടകം വേണേലും കൊടുക്കും, അല്ലേ? പക്ഷെ നമ്മുടെ ജീവിതത്തിൽ
ഉള്ളത് മറ്റുള്ളവരുടെ അമ്മയാകാൻ, ഒരമ്മയാകാൻ. ഇത് 2 സ്ത്രീകളുടെ മക്കളാണ് ഞാൻ പറഞ്ഞു. നോക്കിക്കേ, നമ്മുടെ ജീവിതം എത്ര ശോചനീയമായി പോകാമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. വിശ്വാസം തള്ളിക്കളഞ്ഞ അധമനെന്നാ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ പിന്നെ നമ്മൾ നന്നാക്കാനൊന്നും പറ്റത്തില്ല, അല്ലേ? ഞാൻ ഈ ആഴ്ചയിലാണ് ഏറ്റവും എനിക്ക് വളരെ നാളുകൾക്ക് ശേഷം ദുഃഖം വന്നത്. അതിൻ്റെ കാരണം ലോകത്തിൽ ഇത്രമാത്രം ആത്മീയം വിട. ആത്മീയത്തിൽ നമുക്ക് പല കുറ്റങ്ങളും KP യോഹന്നാൻ ബ്രദറിനെ കുറിച്ച് പറയാൻ കഴിയും. പക്ഷേ സാമൂഹിക ജീവിതത്തിൽ മനുഷ്യർക്ക് ഉപകാരിയായ കേരളത്തിൽ ഇതുപോലൊരു മനുഷ്യനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മനുഷ്യൻ ഇങ്ങനെ മരിച്ചുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ വായിച്ച ആർട്ടിക്കിളൊക്കെ 100 മൈൽ സ്പീഡിൽ വന്ന് ഇടിച്ചെന്നാണ് പറയുന്നത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഹൈവേയിൽ 75 മൈൽ സ്പീഡിൽ പോലും 100 പോകാറില്ല പണ്ടോ. പിന്നെ 30 മൈൽ സ്പീഡുള്ള ചെറിയ സ്ട്രീറ്റിൽ കൂടെ അങ്ങനെ 100 പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആരോ വന്ന് ഭയങ്കര സ്പീഡിൽ ഇടിച്ചതാണ്, 100 ഇല്ലെങ്കിൽ പോലും. നമുക്കറിയാമല്ലോ ഇവിടെ താമസിക്കുമ്പോൾ 100 മൈൽ സ്പീഡിൽ പോകാന്നൊക്കെ പറയുന്നത്. 2 ആർട്ടിക്കിൾ ഞാൻ വായിച്ചു 100 മൈൽ സ്പീഡിൽ അടിച്ചെന്ന്. അതൊന്നും ശരിയായില്ലെങ്കിലും നല്ല ഇടി ഇടിച്ചു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത്ര വലിയ മനുഷ്യൻ, അത് ഏറ്റവും നിയമവും ചട്ടവും പാലിക്കുന്ന ഇവിടെ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥിതി ഓർത്തോണം. എന്തും ഏത് സമയത്തും സംഭവിക്കാം. നമ്മൾ വലിയ വീരവാദം പറയും. ഞാൻ ആരാണെന്നറിയാമോ, എൻ്റെ സാലറി അറിയാമോ, ഞാൻ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വാചകം അടിക്കും. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. നമ്മുടെ ജീവിതം പുല്ലിന് തുല്യമാണ്, നിഴലിന് തുല്യമാണ്. നകളിക്കാൻ ഒന്നുമില്ല. നമ്മുടെ ജീവിതം വാദം പിടിക്കാൻ ഒന്നുമില്ല. വാദിക്കാൻ അത് വെറും പുക പോലെയാണ്, ആവി പോലെയാണ്, നിഴല് പോലെയാണ്, കായ്വിരലിന്റെ നീളമേ ഉള്ളൂ എന്നൊക്കെയാ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പ്രിയമുള്ളവരെ, തൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ മടിയിൽ ജനിക്കണമെന്ന് താൻ ആഗ്രഹിച്ച് ഭർത്താവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു വിവാഹം കഴിച്ച് ഉണ്ടായ മകനോടെ ജാതികളുടെ മാതാവാകാൻ തെരഞ്ഞെടുത്ത സാറ, നിങ്ങൾ നോക്കൂ എത്ര ദയനീയമായിട്ടാണ് പരാജയപ്പെടുന്നത്. ഇനി ഒരമ്മയോട് കാണിച്ച് ഞാൻ നിർത്താം. ഒന്നാമത്തെ അമ്മച്ചി ജീവനുള്ളവരുടെ ഒക്കെ മാതാവ്. 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ജെനിസിസ്. യെശയ്യാവ് നോക്കിയാൽ കാണത്തില്ല കേട്ടോ. ജെനിസിസ് 3:20. മറ്റേത് അതിൻ്റെ 17-ാം അധ്യായത്തില സാറയെ കുറിച്ച് ജാതിയുടെ മാതാവാകുമെന്ന് പറഞ്ഞേക്കാം. 15-30. അവൾ എല്ലാവരുടെയും മാതാവാകണം, നന്നായി ഇടപെടണം. പക്ഷേ തനിക്ക് ആദ്യം ഒരു മകനുണ്ടായി. അവൻ എന്തോ പേര് പറഞ്ഞു? യഹോവയാൽ എനിക്കൊരു പുരുഷ പ്രജയെ ലഭിച്ചു. 2-ാമന് ഒരു പേര് കൊടുത്തു. അതിൻ്റെ അർത്ഥം വെറും കാറ്റെന്നേ ഉള്ളൂ, ഏബൽ. എന്താ, അവരുടെ ഇമ്പോർട്ടൻസ് വളരെ കുറവായിരുന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. മൂത്ത മകന് ഭയങ്കര പ്രാധാന്യം. അവൻ പറയുന്നത് അതുപോലെ കേൾക്കണം. അല്ലെങ്കിൽ ഇത്രയിരിക്കുമ്പോൾ വയലിൽ വരാൻ പറഞ്ഞാൽ വയലിൽ വരണം, അവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഇവിടെ പോകണം. നല്ല കാര്യത്തിനാണെന്ന് ഓർത്ത് ചേട്ടൻ്റെ കൂടെ പോയതാ. 2 പിള്ളേരെ അപ്പോഴുള്ളൂ. പക്ഷെ അവർക്ക് ഒരുപാട് പിള്ളേരുണ്ട്. 930 വർഷം കണ്ട ആദം ജീവിച്ച് മക്കള് ഒരുപാടുണ്ടായെന്നാണ് എഴുതി വെച്ചിരിക്കുന്നു. പക്ഷേ അമ്മയുടെ പരിപാടി അതോടുകൂടി തീർത്തു. പിന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. 4-ാം അധ്യായത്തിൽ ഒറ്റ വാക്യത്തിൽ കൊണ്ട് തീർത്തു. പിന്നെ എവിടെയെങ്കിലും ചരിത്രമുണ്ടോ? പിന്നെ തീർന്നു. ഒരു വേട് പോലും ആ അമ്മയെക്കുറിച്ച് പറയുന്നില്ല. എല്ലാവരുടെയും മാതാവ്, നേഷന്റെ മാതാവ്, ഇസ്രായേൽ മക്കളുടെ മാതാവായി തീർന്നവൾ. അവൾ ആരുടെയും മാതാവല്ല. ഒരു കൊച്ചിൻ്റെ പേര് പറയുന്നില്ല. ആരുടെ? ദബോറയുടെ ഒരു കൊച്ചിൻ്റെ പോലും പേര് വേദപുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷേ അവളെ എല്ലാ ജനം കൂടെയും മാതാവായി മാറി.
വേറൊരാളുടെ മാതാവ് ആകാൻ കഴിയും എന്ന് യേശു തെളിയിച്ചു. യോഹന്നാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. അപ്പോൾ കർത്താവ് അതൊരു ഉദാഹരണം കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും ആകാം മാതാവ്, നിങ്ങൾക്കും മറ്റുള്ളവരെ മക്കളായി കാണാം. അല്ലേ? എന്ന് പകൽക്കാലം ഞാനെൻ്റെ വാക്കുകൾ നിർത്തുവാൻ പോകുകയാണ്. അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെങ്കിലും നല്ല മാതാവാകുക. അവിടം കൊണ്ട് ദൈവം നിർത്തുന്നില്ല. നിന്നത് യോഹന്നാന്റെ അമ്മയാകാൻ കർത്താവ് തെരഞ്ഞെടുത്തത് ആ അമ്മയാണ്. അമ്മയുമാകാം, മക്കളുമാകാം. ഒരു ജനത്തിൻ്റെ തകർച്ച കണ്ടുകൊണ്ട് പ്രവാചകി അമ്മയായി മാറി അവരുടെ സ്ഥിതി മാറുന്നു, അവരുടെ അവസ്ഥ മാറുന്നു, അവരുടെ അരോചകത്വം മാറുന്നു, അവരുടെ സ്ലേവറി മാറുന്നു, എല്ലാത്തിനും മാറ്റം വരുന്നു. എന്നാൽ എല്ലാവരും പുകഴ്ത്തുന്ന സാറ പരാജയപ്പെടുന്നു, ഈവ് ഹവ്വ പരാജയപ്പെടുന്നു. എന്ന് പകൽക്കാലം നിങ്ങളെ കാണുക. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് വെളിയിൽ ഒരാളെങ്കിലും ആത്മാർത്ഥമായി എൻ്റെ അമ്മ എന്ന് പറയുവാനുള്ള ജീവിതശൈലിയാണോ, സംസാരമാണോ, ചിന്തയാണോ, ജീവിതം അവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കാം. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നൊന്ന് കാണാം. അമ്മമാരെ, നിങ്ങളെക്കുറിച്ച് ദൈവം വലുതാ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളൊരമ്മയായിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നിങ്ങൾ അമ്മയായത്. ഒരുപാട് സ്ത്രീകൾക്ക് അമ്മയാകണമെന്ന് ആഗ്രഹമുണ്ട്, കഴിയുന്നില്ല. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു. എന്നാൽ നിങ്ങളുടെ പരിധി ദൈവം കാണുന്നത് വലുതാണ്. ചിലർക്ക് അമ്മയാകാൻ, നാടിനമ്മയാകാൻ, ജാതികൾക്ക് അമ്മയാകാൻ, എല്ലാവരുടെയും അമ്മയാകാൻ, അറ്റ്ലീസ്റ്റ് ചിലരുടെയെങ്കിലും അമ്മയാകാൻ. റൂബസിന്റെ അവൻ്റെ അമ്മയും എൻ്റെ അമ്മയും. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ഒരു നിമിഷം നമ്മളെക്കുറിച്ച് കാണാം. എന്നെ ആരെ ആത്മാർത്ഥമായി ഒരു അമ്മയെ പോലെ കാണുന്നുണ്ട്? എൻ്റെ ജീവിതം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഒരു അമ്മ എന്നുള്ള നിലയിൽ ഞാൻ എങ്ങനെയാണ് ഇടപെടുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. ജേക്കബ് ചെറിയൻ.